സമാധാന ചർച്ചകളെല്ലാം ഇതുവരെ പരാജയപ്പെട്ടപ്പോൾ ട്രംപ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരാളും ഇനി ഹോർമൂസ് വഴി പുറത്തേക്ക് കടക്കേണ്ടതില്ല, അങ്ങോട്ടൊരു കപ്പലും പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ആ അതിർത്തികൾ അടച്ചു പൂട്ടിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു, നാവികപ്പട വെച്ചുകൊണ്ട്. അത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. UAE സമയം ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അത് പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയതുമാണ്. എന്നാൽ അതിനപ്പുറം കടന്ന് ചിന്തിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രതിരോധം പുതിയൊരു മേഖലയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇന്ന് ഏപ്രിൽ 13 യുദ്ധം തുടങ്ങിയിട്ട് 45 ദിവസമാകുമ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. എന്താണെന്ന് വെച്ചാൽ ഇറാൻ കരമാർഗവും സാധ്യമായ മറ്റു മാർഗങ്ങളിലൂടെയും വിദേശത്തേക്ക് എണ്ണയും ഗ്യാസും കൊണ്ടുപോകാനുള്ള പദ്ധതി വ്യക്തമായി ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ആളുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വരികയാണ്. ഉദാഹരണത്തിന് ഇറാനിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇറാഖിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, തുർക്കിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, അതുപോലെ അർമേനിയ വഴി ഈ എണ്ണ കൊണ്ടുപോകാൻ പറ്റും. ഇനി മാത്രമല്ല, ചരിത്രബോധവും ജിയോഗ്രഫിയും ഉള്ളവർക്കറിയാം കാസ്പിയൻ കടൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും. ആ ചെറിയ കടലിൽ നേക്ക എന്ന് പറയുന്നൊരു ഓയിൽ ടെർമിനലുണ്ട്. അത് ഇറാൻ്റെ അധീനതയിലാണ്. ഇറാനോട് ചേർന്നുള്ള തീരപ്രദേശത്തുള്ളതാണ് നേക്ക. നേക്കയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് റഷ്യയിലേക്കും തുർക്ക്മെനിസ്ഥാനിലേക്കും കസാഖിസ്ഥാനിലേക്കും എണ്ണയും ഗ്യാസും യഥേഷ്ടം കൊണ്ടുപോകാനും അവിടെ നിന്നുള്ള ക്രൂഡ് വല്ലതും ഇങ്ങോട്ട് വേണമെങ്കിൽ അത് കൊണ്ടുവരാനും പറ്റിയ ഒരു മേഖലയാക്കി നേക്കയെ കാണാൻ പറ്റും എന്ന് ഗവേഷകർ ഇന്ന് പറയുകയാണ്. മാത്രമല്ല, പരമ്പരാഗതമായ സ്മഗ്ലിംഗ് ഉള്ള പാകിസ്ഥാൻ്റെ ബോർഡർ വളരെ നീണ്ടതാണ് ഇറാനുമായിട്ട്. അതുവഴിയുള്ള ഗതാഗതം, കള്ളക്കടത്ത് വളരെ സജീവമാക്കി കൊണ്ടുപോകാൻ പോകുന്നു എന്നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകൾ വരുന്നതായിട്ടാണ് ഈ നിരീക്ഷണ വിദഗ്ധന്മാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അമേരിക്ക പറയുന്നത് എയർ സ്ട്രൈക്ക് കൊണ്ട് കാര്യമില്ല, ഇനി ഈ 45 ദിവസവും വ്യോമാക്രമണം നടത്തിയിട്ടും ഇറാൻ പഠിക്കാത്തൊരു പാഠം ഞങ്ങൾ പുതിയതായിട്ട്, എന്താണ് സാമ്പത്തിക വേദന, ലോകം അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക ഭാരം എന്താണെന്ന് ഇറാൻ നേരിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഹോർമൂസ് കടലിടുക്കിലേക്ക് ഒരാളും വരേണ്ടതില്ല, ഒരു കപ്പലും കടക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപരോധം ഏർപ്പെടുന്നത്. പക്ഷേ കൂടെ നിൽക്കുമെന്ന് എപ്പോഴും ട്രംപ് കരുതിയിരുന്ന നാറ്റോ സഖ്യം, അതിലെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ പറയുന്നു, ഇങ്ങനെ ഒരു ഉപരോധത്തിന് വേണ്ടി ഞങ്ങളുടെ കപ്പലുകൾ വിട്ടു നൽകുകയില്ല, അതിന് എന്ത് ശിക്ഷ കിട്ടിയാലും എന്ത് ആരൊക്കെ കരുതിയാലും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖരായിട്ടുള്ള നാറ്റോ അംഗരാജ്യങ്ങൾ രംഗത്ത് വരികയാണ്. അങ്ങനെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് മേൽ സഹകരിക്കില്ല എന്ന് ട്രംപിനോട് പറയുമ്പോൾ ട്രംപ് അല്പം വിഷണ്ണനാണ് എന്ന രൂപത്തിലും റിപ്പോർട്ടുകൾ വരികയാണ്. അതിനാദ്യമേ എടുത്തു പറഞ്ഞത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ബ്രിട്ടൻ കപ്പലുകളെ മേഖലയിലേക്ക് അയച്ചിട്ട് മറ്റു കപ്പലുകളുടെ ഗതാഗതം ഇപ്പോൾ തുടരുന്ന രൂപത്തിൽ പോകുന്നത് പൊയ്ക്കോട്ടെ എന്നല്ലാതെ എല്ലാറ്റിനെയും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ലോകത്ത് നശിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത് മറ്റു പല നാറ്റോ അംഗരാജ്യങ്ങൾക്കും വലിയൊരു ആവേശമായി മാറുകയും അവരൊക്കെ അത്തരത്തിൽ തന്നെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ട്രംപിനെ മുട്ടുകുത്തിക്കാൻ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഇന്ന് BBC, CNN അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ കൊണ്ടുപോകാൻ പറ്റാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം ഇറാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും പൊതുവേ കൊണ്ടുപോകാൻ പറ്റാതെ വന്നിരിക്കുന്ന അവസ്ഥയിൽ കുറച്ചു പേർക്കെങ്കിലും കപ്പലുകൾ കൊണ്ടുപോകാൻ പറ്റിയത് ബാബൽ മന്ദബ് എന്ന് പറയുന്ന സൂയസ് കനാൽ ഒരു ഭാഗത്തും മറുഭാഗത്ത് ബാബൽ മന്ദബും ഉള്ള നമ്മുടെ ചെങ്കടലിൻ്റെ ഭാഗങ്ങളാണല്ലോ. അതിലൂടെ ട്രാഫിക് ഇപ്പോൾ 21% കണ്ട് കൂടിയിരിക്കുന്നു മാർച്ച് മാസത്തിലും ഏപ്രിലുമായിട്ട് എന്ന കണക്ക് പുറത്തു വരികയാണ്. എന്നാൽ ഇറാൻ്റെ ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബാബൽ മന്ദബ് കൂടി ഞങ്ങൾ ഹൂത്തികളുമായി ചർച്ച ചെയ്തിട്ട് അടയ്ക്കുന്ന പരിപാടി ആലോചിക്കുകയാണ്. ഇതിനിടയിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു സമാധാനത്തിൻ്റെ ദൂത് പുറത്തു വരുന്നത് പോലെ ഒരു പ്രയോഗം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇനി ഞങ്ങൾ ഇടപെടാം, സഹായിക്കാം. എന്നാൽ റഷ്യ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അമേരിക്ക തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇറാന് വേണ്ട സർവത്ര സാധനങ്ങളും കൊടുക്കുന്നത് റഷ്യയാണ് എന്ന് അമേരിക്ക ആരോപിക്കുകയാണ്. ഏറ്റവും പുതിയ ഡ്രോണുകൾ, ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആയുധങ്ങൾ, മാത്രമല്ല മേഖലയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇപ്പോൾ തന്നെ കുറച്ചു മുമ്പ് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി അമേരിക്കയുടെ കപ്പലുകൾ വന്നു നിൽക്കുന്ന സാഹചര്യം, അത് സാറ്റലൈറ്റിൻ്റെ ചിത്രങ്ങൾ സഹിതം ഏതൊക്കെ പോയിന്റുകൾ നിലയുറപ്പിക്കാൻ പറ്റും നിലയുറപ്പിക്കുന്നു, പ്ലാനിട്ടിരിക്കുന്നു. ഇൻ്റലിജൻസ് റിപ്പോർട്ട് മേഖലയിൽ നിന്ന് റഷ്യ എടുത്ത് ഇറാന് കൊടുക്കുന്നു എന്ന തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരികയാണ്. ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുന്ന റഷ്യയുടെ ഇടപെടൽ
ഒരുപക്ഷെ ഏകപക്ഷീയമായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്ക അതിന് സമ്മതിക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടും വരികയാണ്. യുദ്ധം രണ്ട് ഭാഗങ്ങളിലായിട്ടാണല്ലോ തുടരുന്നത്. ഇസ്രയേലും ലെബനോനും തമ്മിൽ രണ്ട് നേതാക്കന്മാരും അമേരിക്കയിൽ പോയി ട്രംപിന് മുന്നിൽ നിന്നുകൊണ്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ലെബനോൻ്റെ പ്രൈം മിനിസ്റ്റർ പറയുന്നത് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ സമയമില്ല, ഇവിടെ തന്നെ ഇരിക്കാനാണ്. എന്നാൽ ഇസ്രയേൽ തയ്യാറായിട്ടുണ്ട് ലെബനോനുമായിട്ട് നാളെ നേരിട്ട് സമാധാന ചർച്ച നടത്താം എന്നുള്ള കാര്യം. ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പെട്ടെന്ന് കാരണമായത് എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ യൂറോപ്യൻ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഉർസുല പറഞ്ഞിരിക്കുന്നത് ലെബനോനിൽ തീയും പുകയും ഇങ്ങനെ ഉയരുമ്പോൾ ലോകത്ത് സമാധാനമുണ്ടാവില്ല, ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരാൾക്കും സമാധാനമുണ്ടാവില്ല, അതുകൊണ്ട് ആ വിഷയം പരിഹരിക്കാൻ കൂടി നോക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നൊരു ശക്തമായ വാക്കാണ് എന്ന് പറയപ്പെടുന്നു. ഇതിനിടയിൽ നമ്മൾ ഈ പ്രവാസ ഭൂമികയിൽ നിൽക്കുമ്പോൾ, നമ്മൾ നാട് വിട്ടുപോയി ജോലി ചെയ്യാൻ പലയിടങ്ങളിലായി നമ്മൾ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽ വരേണ്ട ഒരു കാര്യം ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ട്. ഇത്തരമൊരു യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ 45 ദിവസം പിന്നിട്ട് ഇങ്ങനെയൊക്കെ പോയാൽ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് വരുന്ന 10 വർഷത്തിനിടയിൽ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ആളുകൾ, അതായത് ഇപ്പോഴത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 10-15 വർഷമാകുമ്പോൾ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുന്ന 120 കോടി ജനത അപ്പോൾ ഉണ്ടായി വരുമ്പോൾ അവരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം എന്ന ശക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 120 കോടി ആളുകൾക്ക് ബുദ്ധിമുട്ട് വരികയും അതിലെങ്ങനെയും 40 കോടി ആളുകൾ ഒരുപക്ഷെ തട്ടിപ്പിഴച്ച് എവിടെയെങ്കിലുമൊക്കെയായി ജോലി പ്രവേശിക്കുകയും 80 കോടി ആളുകൾക്ക് ജോലി കിട്ടാതെ വരികയും ചെയ്യുന്ന വളരെ ദുരൂഹതയേറിയ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത 10 വർഷം കഴിയുമ്പോൾ എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് നൽകിയിരിക്കുന്ന ശക്തമായ മുന്നറിയിപ്പ്. എന്നാൽ അപ്പോൾ ഗൾഫ് മേഖലയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴേ മനസ്സിലാക്കിക്കൊണ്ട് ഗൾഫിലെ പല ഭരണാധികാരികളും സാധ്യമായ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റുകളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സർവത്ര കാര്യങ്ങളും ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടി സൂചിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹം ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിലെത്തുകയും യും ചൈനയും തമ്മിൽ സുപ്രധാനമായ 24 കരാറുകളിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് യുഎഇയിൽ വരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത്, യുഎഇയുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഏർപ്പെടുന്നത്, ഇവിടുത്തെ തൊഴിൽ സുസ്ഥിരതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുന്നത്, പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നത്, ലോകത്തെവിടെയുമില്ലാത്ത ആശയങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് എന്നിങ്ങനെയുള്ള 2 ഡസൻ സുപ്രധാന കരാറുകളാണ് യുഎഇയും ചൈനയും തമ്മിൽ ആവിഷ്കരിച്ച് ഉടൻ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ധാരണയിൽ ഒപ്പിട്ടിരിക്കുന്നു. ഇതിനൊക്കെ എന്താണെങ്കിലും ആളുകൾ വേണം. പറഞ്ഞിട്ടുള്ള മുൻകൂർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരൊറ്റ പദ്ധതിയും പാഴാകാതെ പോയ സ്ഥലത്തിൻ്റെ ഉദാഹരണമായി യുഎഇ നിലകൊള്ളുമ്പോൾ ഇത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന വിശ്വാസത്തിൽ അതിനുവേണ്ടി അതിശക്തമായൊരു ലേബർ ഫോഴ്സ്, ഒരു തൊഴിൽ ശക്തി ഈ മേഖലയ്ക്ക് വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നിലവിലുള്ള സാഹചര്യത്തിൽ എന്താണോ നമ്മൾ തൊഴിൽ ചെയ്യുന്നത് അതിൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതിലെ വൈദഗ്ധ്യം സജീവമാക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുക. തൊഴിൽ നാശം എന്നുള്ളത് താൽക്കാലികം മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. മേഖല അത്രയും ശക്തമാണെന്ന് തിരിച്ചറിയുക. ഈ 24 കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വാണിജ്യബന്ധം ശക്തമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ മലയാളികൾ ട്രേഡുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളിലും, അതിൻ്റെ ലോജിസ്റ്റിക്സിലും അതിൻ്റെ സപ്ലൈ ചെയിനിലും എല്ലാറ്റിലും മിടുക്കരാണ്. അതുകൊണ്ട് തൽക്കാലം ആശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഗൾഫ് മേഖലയിൽ ജോലി നഷ്ടമാകില്ല, ലഭ്യതയുടെ സാഹചര്യങ്ങൾ നിരവധിയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ പറ്റിയ കോൺട്രാക്റ്റുകൾ ഉണ്ടായി വരുന്ന ഈ കാലത്തെ നമ്മൾ സജീവമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നത് മാത്രമാണ് കഴിഞ്ഞ 30, 40, 50 വർഷത്തെ ഗൾഫിൻ്റെ മൊത്തം ചരിത്രം പരിശോധിക്കുന്ന ആളുകളെന്ന രൂപത്തിൽ ഞങ്ങൾക്കും പറയാനുള്ളത്. ഇതിനിടെ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റിന് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഇറാനോട് മാത്രമല്ല, മാർപ്പാപ്പയോടും യുദ്ധപ്രഖ്യാപനം എന്നതുപോലെയാണ് ഇപ്പോൾ സംസാരം. രണ്ടുപേരും പോരടിക്കുന്ന പോലെ സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു നാഗരികത മുഴുവനും, ഇറാനി ജനതയും സംസ്കാരത്തെയും മുഴുവനും ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കിയ ട്രംപിനെ മാർപ്പാപ്പ സ്വാഭാവികമായിട്ടും ഗുണദോഷിച്ചു. ഇങ്ങനെയൊന്നും ആളുകളെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നത്, ഒരു ജനതയെ മൊത്തം നശിപ്പിക്കുമെന്ന് പറയുന്നത് മനുഷ്യ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും സമാധാനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണമെന്നും മാർപ്പാപ്പ ഉപദേശിക്കുമ്പോൾ
അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മാർപ്പാപ്പ ഇത്തരം കാര്യങ്ങൾ ഇടപെടരുതെന്ന് പറയുന്ന ട്രംപിനെ നമ്മൾ കാണുന്നു. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ ഉച്ചത്തിൽ പറയുമെന്നും അതിനാരെയും ഭയക്കേണ്ട കാര്യമില്ലെന്നും മാർപ്പാപ്പയും പറയുന്നു. വാക്കിൻ്റെ യുദ്ധമാണെങ്കിലും ശക്തമായ ഭൗതികമായ ആക്രമണമാണെങ്കിലും ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? വീണ്ടും $100 മുകളിലായി എണ്ണവില വളരെ കൂടി ഇങ്ങനെ പോവുകയും അമേരിക്കൻ ജനത അതിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് അമേരിക്കയിലെ സാധാരണക്കാരും യൂറോപ്പിലെ സാധാരണക്കാരും തിരിച്ചറിയുകയും ഈ യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ, വെടിനിർത്തലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന തലത്തിലേക്ക് ചിന്തിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നാണ് ജനഹിതം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകുകയാണ്. അത്തരത്തിൽ വിവേകമുള്ള ഭരണാധികാരികൾ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അടിയന്തര തീരുമാനങ്ങൾ വേണ്ട സമയം തന്നെ സ്വീകരിക്കട്ടെ, അതിനുള്ള ബുദ്ധിയും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.